കതിവനൂർ വീരനെ നോമ്പു നോറ്റിരുന്നു. മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി. പൂങ്കോഴി കരഞ്ഞു കളിത്തോഴിയുറങ്ങി. അവൾ മാത്രം ഉണ്ണാതെ ഉറങ്ങാതെ കഴിഞ്ഞു. വില്ലാളി വീരനെ ഒരു നോക്കു കാണുവാൻ നൊമ്പരം പൂണ്ടവൾ മനം നൊന്തു പിടഞ്ഞു. കതിവനൂർ വീരനെ നോമ്പു നോറ്റിരുന്നു. മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി. പെരപ്പംകുളം മുരളി സാറിൻ്റെ രചനകളിലൂടെയാണ് ഞാൻ പാടി തുടങ്ങുന്നത്. ശോഷന്ന പുഷ്പങ്ങൾ കോർത്ത് സ്നേഹോപഹാരവുമായി നിൻ സ്വപ്നകുഞ്ചത്തിൽ വന്നു പാടുന്നെൻ പൂങ്കുയിൽ വീണ്ടും. നീ മാത്രമാണെന്നോർമ്മയിൽ, നീ മാത്രമാണ് പ്രാണനിൽ, നീ മാത്രമാണ് ഓർമ്മയിൽ, നീ മാത്രമാണ് പ്രാണനിൽ. നമസ്കാരം. കതിവനൂർ വീരനെ നോൻപു നോറ്റിരുന്നു, മാമയിൽ പീലി പോൽ അഴകോലും ചെമ്മരത്തി. മനോഹരമായ ഈ പാട്ട് കേൾക്കാത്തവരായി നമ്മളിൽ ആരും ഉണ്ടായില്ല. ആ പാട്ട് പാടിയത് ആരാണെന്നും നമുക്കറിയാം. ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു മുഖമുണ്ട്, ഗായകൻ കല്ലറ ഗോപൻ. അദ്ദേഹമാണെന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. 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 തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ ഗ്രാമത്തിൽ അതെ സുഭാഷിതൻ നായരുടെയും തങ്കമണി അമ്മയുടെയും മകനായി ജനിച്ച ടി.എസ്. ഗോപകുമാർ എങ്ങനെയാണ് കല്ലറ ഗോപനായത്? അത് എനിക്കും അതിനെക്കുറിച്ച് ഒരു അറിവില്ല. സ്വാഭാവികമായി എന്നെ കല്ലറ ഗോപനായി തീരുകയായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു വെച്ചാൽ എനിക്കറിയില്ല. പിന്നെ ടി.എസ്. ഗോപകുമാർ എന്നെ വീട്ടിൽ ഗോപു എന്ന് വിളിക്കുമായിരുന്നു. സ്കൂളിൽ ഗോപകുമാറെ എന്ന് വിളിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സ്കൂളിൽ കൂട്ടുകാരെല്ലാം ഗോപ എന്നായി. അങ്ങനെ ഗോപൻ എനിക്ക് രജിസ്റ്ററായി, എൻ്റെ പേര് ഗോപൻ എന്നുള്ള പേര്. പിൽക്കാലത്ത് നാടകങ്ങൾ പാടി രംഗത്ത് വന്നപ്പോൾ നാടകങ്ങളിലാണ് ഗോപൻ, കല്ലറ ഗോപൻ എന്ന് വന്നതെന്നാണ് എൻ്റെ നാടകക്കാരോട് അങ്ങനെ ആദ്യമായി കല്ലറ ഗോപൻ എന്നുള്ള പേര് തരുന്നത്. ഞാനത് വളരെ ഇഷ്ടപ്പെടുന്നു. ഒരുപാട് പേര് ഈ കല്ലറ ഗോപൻ എന്നുള്ള പേര് മാറ്റണം എന്ന് ഒരുപാട് പേര് ചലച്ചിത്ര രംഗത്ത് നിന്ന് ഒരുപാട് പേര് പറഞ്ഞു. കല്ലറ പൊട്ടിച്ച് വെളിയിൽ വരൂ ഗോപ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് പിന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ സ്വന്തം നാടിനെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ പേരിനോടൊപ്പം കല്ലറ കൂടി ഇരുന്നോട്ടെ എന്ന് ഞാൻ സ്വയം തീരുമാനിച്ചു. പിന്നെ മാറ്റാൻ ഞാൻ വേണ്ടി ശ്രമിച്ചു നോക്കി, പക്ഷേ അതൊരിക്കലും മാറില്ല. എനിക്കത് വന്നു കഴിഞ്ഞു, ആ പേര് കല്ലറ ഗോപൻ എന്നുള്ള പേര് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഞാനത് സ്വയം ഞാൻ ഇഷ്ടപ്പെടുന്നു ആ പേര്. കല്ലറ ഗോപനാണ് ഏറ്റവും കൂടുതൽ അംഗീകാരങ്ങൾ ഒരു ഗായകൻ എന്നുള്ളൊരു വളർച്ചയുണ്ടായത്. ടി.എസ്. ഗോപകുമാറിനല്ല. അതുകൊണ്ട് കല്ലറ ഗോപൻ തന്നെ ഞാൻ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഈ കതിവനൂർ വീരൻ എന്നുള്ള ഒരു പാട്ടിലെ ഒരു കുറച്ച് വരികൾ. തീർച്ചയായിട്ടും. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ രചന സംഗീതം, കളിയാട്ടം സിനിമ. അതെ, നമ്മുടെ ജയരാജിൻ്റെ സംവിധാനം. അത് കൈതപ്പുറം വിശ്വൻ, ദാമോദരൻ നമ്പൂതിരിയുടെ അനിയൻ, ദാമോദരേട്ടൻ്റെ അനിയൻ വിശ്വനും ഞാൻ ഒരേ ക്ലാസ്സിൽ സ്വതന്ത്ര സംഗീത കോളേജിൽ അഡ്മിഷൻ ആപ്ലിക്കേഷൻ വാങ്ങിക്കാൻ തുടങ്ങിയ കാലം മുതൽ ആപ്ലിക്കേഷൻ വാങ്ങിക്കാനായിട്ട് സ്വതന്ത്ര സംഗീത കോളേജിൽ ആദ്യമായി ചെന്നപ്പോൾ ആദ്യം കാണുന്നൊരു സുഹൃത്തായിരുന്നു കൈതപ്പുറം വിശ്വൻ. അന്ന് മുതൽ തുടങ്ങിയ സൗഹൃദമാണ്. അദ്ദേഹത്തിൻ്റെ മരണം വരെയും ഞങ്ങൾ സഹോദര തുല്യരായി ജീവിച്ചവരാണ്. അപ്പം കൈതപ്പുറം വിശ്വനാണ് ഈ ദാമോദരൻ നമ്പൂതിരിയായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് ഉണ്ടാകുന്നതും അദ്ദേഹത്തിന് ഒരു ഏട്ടന് തുല്യം നമുക്ക് ഉള്ള ഒരു ബന്ധം ഉണ്ടാവാനും വിശ്വനാണ് കാരണക്കാരൻ. അപ്പം അവരുടെ ഒരു സമ്മാനമാണ് എനിക്ക് ഈ സിനിമയിലെ പാട്ട്. കതിവനൂർ വീരനെ നോമ്പു നോറ്റിരുന്നു, മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി. പൂങ്കോഴി കരഞ്ഞു കളിത്തോഴിയുറങ്ങി. അവൾ മാത്രം ഉണ്ണാതെ ഉറങ്ങാതെ കഴിഞ്ഞു.
വില്ലാളി വീരനെ ഒരു നോക്കു കാണുവാൻ നൊമ്പരം പൂണ്ടവൾ മനം നൊന്തു പിടഞ്ഞു. കതിവനൂർ വീരനെ നോമ്പു നോറ്റിരുന്നു, മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി. ഈ പാട്ടാണ് എനിക്ക് ഒരു ചലച്ചിത്ര പിന്നണി ഗായകൻ എന്ന ഒരു മേൽവിലാസം ഉണ്ടാക്കി തന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഞാൻ ഒരുപാട് 3-4-5 പടങ്ങൾ പാടിയിരുന്നു. 88 ഓർമ്മയിൽ ഒരു മണിനാഥം അല്ലേ, അതിലല്ലേ തുടക്കം അതിൽ ഓർമ്മയിൽ ഒരു മണിനാഥം. ശോഷന പൂവേ ശോഷന പുഷ്പം എന്നുള്ളൊരു പാട്ടാണ് അല്ലേ. അത് എങ്ങനെയായിരുന്നു അതിലെ അത് ഒരു ഹാരിസൺ എന്നൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം അവരെല്ലാവരും കൂടി പഠിച്ചിരുന്ന ഒരു നമ്മുടെ പിന്നെ ജഗന്നാഥ് സാറില്ലേ, ജഗന്നാഥൻ വർമ്മ സാറ് അല്ല ആർട്ടിസ്റ്റ്, അതെ, അവരെല്ലാം കൂടെ ചേർന്ന ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്നതാണ് ഈ ഹാരിസൺ. അപ്പോൾ അവർ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ശേഷം അതിലെ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിച്ച ഒരു സിനിമയാണ് ഓർമ്മയിൽ ഒരു മണിനാഥം. അതിൽ KJ വിജയ് USA എന്നൊരു സംഗീത സംവിധാനം ഉണ്ടായിരുന്നു. അദ്ദേഹം അമ്പലമുക്കുള്ള നല്ലൊരു ഗിറ്റാറിസ്റ്റും നല്ലൊരു സംഗീത സംവിധാനവും ഒക്കെ ആയിരുന്നു. അയാൾ അമേരിക്കയിലൊക്കെ പോയി കുറേ മ്യൂസിക് പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിലാണ് ഞാൻ ആദ്യമായിട്ടൊരു സിനിമ ഈ പടം പാടുന്നത്. അത് ആണ് തുടക്കം. ആ പാട്ടിൽ 2 വരിയും കൂടെ. ശോഷന്ന പുഷ്പങ്ങൾ കോർത്ത് സ്നേഹോപഹാരവുമായി നിൻ സ്വപ്നകുഞ്ചത്തിൽ വന്നു പാടുന്നെൻ പൂങ്കുയിൽ വീണ്ടും. നീ മാത്രമാണെന്നോർമ്മയിൽ, നീ മാത്രമാണൻ പ്രാണനിൽ, നീ മാത്രമാണൻ ഓർമ്മയിൽ, നീ മാത്രമാണൻ പ്രാണനിൽ. ഇതാണ് ഫസ്റ്റ് സോങ്. പിന്നീട് കാഴ്ചയ്ക്കപ്പുറം, അതുപോലെ സാഫല്യത്തിലെ കാക്കേ കാക്കേ ആ പാട്ടുണ്ടായിരുന്നു. കാവടിയാട്ടത്തിലെ മറ്റേ ചന്ദ്രന്റെ തീർത്ഥാടനത്തിലെ ഒരു പാട്ടുണ്ടല്ലോ, നല്ലൊരു പാട്ടുണ്ടായിരുന്നു. തീർത്ഥാടനത്തില് മൂളി 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 കാറ്റിനുണ്ടൊരു കളിക്കുരുമ്പെന്നുള്ള പാട്ട്. അപ്പൊ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പാടാം. അപ്പൊ പിന്നെ കല്ലറയിൽ നിന്ന് പിന്നെ നമ്മളിവിടെ സംഗീത കോളേജിൽ അതിന് മുമ്പ് ഞാൻ നാടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രവർത്തിച്ചിട്ടുണ്ട്. PK വേണുകുട്ടൻ നായർ സാറ്, പീരപ്പംകുടം മുരളി, വിജയരംഗ സാറ്, ഒരു R രമേശൻ നായർ, അങ്ങനെ അവരുടെയൊക്കെ ഒരു നാട്ടിലുള്ള ഒരു പിന്നെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ച ഒരു സംഘശക്തി എന്നൊരു നാടക ഗ്രൂപ്പുണ്ട്. അതിനവർ പറഞ്ഞിരുന്നത് പ്രോളിറ്റേറിയൻ തിയേറ്റർ എന്നായിരുന്നു, തൊഴിലാളി വർഗ നാടകരംഗം എന്നുള്ള ഒരു പേരിലാണത്. അതായത് ആ നാട്ടിലുള്ള കുറേ സാധാരണ മനുഷ്യർ, പിന്നെ തൊഴിലെടുക്കുന്നവരും CA2 തൊഴിലാളികളും അങ്ങനെയുള്ള ആൾക്കാരാണ് കലാകാർ. അതിൻ്റെ പണം മുടക്കിയത് ഒക്കെ അവരാണ്. അപ്പം പൊതുജനത്തിൻ്റെ സാമ്പത്തികമായ അന്നത്തെ ആ നാട്ടുകാരാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അതിൽ കലാകാരന്മാരെല്ലാം അങ്ങനെയുള്ളവരായിരുന്നു. അതിൽ ചെന്ന് പെടുകയാണ് ഞാൻ യാദൃച്ഛ്യമായിട്ട്. ഒരു ബാബു നരേന്ദ്രൻ സാറിൻ്റെ എൻ്റെ നാട്ടിൽ കടക്കൽ എന്നൊരു സ്ഥലമുണ്ട്. അദ്ദേഹം കടക്കൽ സ്വദേശിയാണ്. ഭരതന്നൂർ സ്കൂളിലെ സംഗീത അധ്യാപകനായിരുന്നു ബാബുന്ദ്ര. വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. സംഗീത സംവിധാനം, ഗായകൻ എന്ന നിലയിലൊക്കെ അദ്ദേഹം വളരെ പ്രസിദ്ധിയായിട്ട് നാട്ടിൽ വളരെയധികം പ്രശസ്തനായിരുന്ന ആളാണ്. അദ്ദേഹം ഇതിൻ്റെ ഒരു സംഗീത സംവിധാനം, ഈ സംഘശക്തി എന്നായിരുന്നു നാടകത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹമാണ് എന്നെ ആ രംഗത്തേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ പോയി അവരോടൊപ്പം ചേരുകയായിരുന്നു. അവിടെ നിന്നാണ് വാസ്തവത്തിൽ എൻ്റെ ഒരു കലാരംഗത്തേക്കുള്ള കടന്നുവരവും തുടക്കവും അവിടെ നിന്ന് സംഘശക്തി നിന്നാണ്. സംഘശക്തി പിന്നീട് അവിടെ നിന്ന് വെഞ്ഞാറമൂട് നെഹ്റു യൂത്ത് സെൻറ്ററിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നാടക പ്രവർത്തനങ്ങളും കലാപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വെഞ്ഞാറമൂട് രാമചന്ദ്രൻ, ഒരു മാങ്കോയിക്കൽ ചന്ദ്രൻ, ഭീമ സൗണ്ട്സിലെ അബുവാക്ക, അങ്ങനെ കുറേ പേര്. വെഞ്ഞാറമൂട് എന്ന് പറയുമ്പോൾ ഒരു കലാകാരന്മാരുടെ ഒരു കേന്ദ്രമാണ്. ഞാൻ അവിടെ ചെന്ന് പെടുകയാണ് ഇത്. പെരപ്പംകുണ്ട് മുരളി സാർ പോലും വെഞ്ഞാറമൂട്ടുകാരനാണ്. അതെ. അപ്പം മുരളി സാറിൻ്റെ രചനകളാണ് ഞാൻ പാടി തുടങ്ങുന്നതിന്. സ്വന്തം ഗാനങ്ങളെന്ന നിലയിൽ, നാടകങ്ങളാണെങ്കിലും പിൽക്കാലത്ത് ലളിതഗാനങ്ങളെന്ന നിലയിലും വിപ്ലവഗാനങ്ങൾ എന്ന നിലയിലെല്ലാം പെരപ്പംകുണ്ട് മുരളി സാറിൻ്റെ രചനകളിലൂടെയാണ് ഞാൻ പാടി തുടങ്ങുന്നത്. അപ്പോൾ വെഞ്ഞാറമൂട് ഇതുപോലെ
വളരെയധികം സാംസ്കാരികമായി വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഒരുപാട് കലാകാരന്മാരുടെ സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു നാടാണ്. ഞാൻ അവിടെ ചെന്ന് പെട്ടതുകൊണ്ടാണ് ഞാൻ പിൽക്കാലത്ത് സൗവർണിക എന്ന ഒരു പ്രൊഫഷണൽ നാടകം രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിനോടൊപ്പം ലൈവായിട്ട് നടന്മാരോടൊപ്പം കർട്ടൻ കെട്ടുകാരോടൊപ്പം അതിൻ്റെ എല്ലാവരോടൊപ്പം ഞങ്ങൾ ഒരു ടെമ്പോയിൽ ഓർക്കസ്ട്ര, ഹാർമോണിയം, തബല, ഫ്ലൂട്ട്, ഗിറ്റാർ ഇതെല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്ത് കേരളത്തിലുടനീളം നാടകം, പ്രൊഫഷണൽ നാടകം, അതൊരു വികാരമായിരുന്നു. സംശയമില്ല, അത് വലിയ അനുഭവമാണ് ജീവിതത്തിൽ. അത് കലാകാരന്മാർക്ക് മാത്രമല്ല കാണികൾക്കും അന്ന് നാടകത്തോടും നാടകഗാനങ്ങളോടും ഇൻറ്റിമസി. ഇപ്പോൾ ഒരു പാട്ടുകാരൻ ഉണ്ടാവും, അന്ന് ഗായിക ഇല്ല, അന്ന് ഒരു മെയിൽ സിംഗർ മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ 5 പേരടങ്ങുന്ന ഒരു ഓർക്കസ്ട്ര ടീം, നടന്മാർ, അതിൻ്റെ പിന്നണി പ്രവർത്തകർ, കർട്ടൻ കെട്ടുകാർ, അവരെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്ത് ചില ദിവസങ്ങൾ 3 നാടകം കളിച്ച ദിവസങ്ങളുണ്ട്. അങ്ങനെ അതൊരു വലിയ വലിയ അനുഭവമാണ്. ജനങ്ങളുമായിട്ട് നേരിട്ട് ഉള്ള സംവദനം എന്ന് പറയുന്നത് അത് ഒരു അനുഭവം തന്നെയാണ്. ഈ കേരളത്തിലെ പ്രൊഫഷണൽ നാടകത്തിൻ്റെ ചരിത്രമെടുത്താൽ തിരുവനന്തപുരം സൗവർണിക എന്നുള്ള പേര് ആദ്യ പേരുകളിൽ ഒന്നായി തന്നെ തീർച്ചയായിട്ടും കലാകേന്ദ്ര അതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാവുന്ന ഒരു പേരാണ്. ആ സൗവർണികയുടെ എല്ലാ നാടകത്തിനും അല്ലേ, എല്ലാ നാടകത്തിനും ഒന്നോ രണ്ടോ ഒരു നാടകത്തിന് മാത്രം ഞാൻ ഈ കാശ്മീരിൽ നിന്നൊരു കവിത എന്നൊരു നാടകം, അതായത് മൂന്നാമത്തെ നാടകമാണ് അവരുടെ. അന്ന് ഞങ്ങൾ ഒരുമിച്ച് ഞാനും വേണുഗോപാൽ, അലക്സ് കാഞ്ഞിരപ്പള്ളിക്കാരൻ്റെ ഒരു അലക്സ് ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ ദൂരദർശൻ തുടങ്ങുന്ന കാലം 85-ൽ ഒരുമിച്ച് പാടി നടക്കുന്ന ലളിതഗാനങ്ങളൊക്കെ പാടി നടക്കുന്ന ഒരു കാലമുണ്ട്. ആ കാലത്ത് പിന്നെ അന്ന് ഞാൻ ഈ ശാസ്ത്രീയ സംഗീതത്തിൽ കൂടുതൽ കേന്ദ്രീകരിച്ച് പഠിക്കുന്നതിനും അത് മാത്രം മതി എന്നുള്ള ഒരു ധാരണയിൽ ഞാൻ സ്വതിരുന്നാൾ സംഗീത കോളേജിലെ ക്ലാസ്സും മറ്റ് സംഗീത വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ജീവിക്കണം എന്നുള്ളതുകൊണ്ട് ലളിതഗാനങ്ങളും ഗാനമേളകളും നാടകങ്ങളും ഒക്കെ ഒഴിവാക്കണം എന്നൊരാഗ്രഹം. പിന്നെ ഫുൾ ടൈം ഒരു ശാസ്ത്രീയ സംഗീതജ്ഞൻ എന്ന നിലയിൽ വളരണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ ഈ മൂന്നാമത്തെ നാടകം ഞാൻ അലക്സിനെ സജസ്റ്റ് ചെയ്തു. അവർക്ക് പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു. അത് കുമരകം രാജപ്പനായിരുന്നു എൻ്റെ കുമരകം രാജപ്പൻ മാഷായിരുന്നു അതിൻ്റെ സംഗീതം. അദ്ദേഹത്തിനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ നാടകം മാത്രമാണ് അലക്സ് പാടിയത്. അത് വളരെ ഹിറ്റാവുകയും ചെയ്തു, ഒരുപാട് ഹിറ്റായി. പിൽക്കാലത്ത് ഈ കഴിഞ്ഞ 2024 വരെയുള്ള എല്ലാ നാടകങ്ങളും ഞാൻ തന്നെയാണ് പാടിയിരിക്കുന്നത്. അതുവരെയും 93 വരെയുള്ള നാടകങ്ങൾ എല്ലാം തന്നെ അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് കുമരകം രാജപ്പൻ മാഷാണ്. എൻ്റെ ഞാൻ ആദ്യം സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിന് പാടുന്നതും ആദ്യമായി ഒരു സംഗീത സംവിധായകൻ്റെ കീഴിൽ പാട്ട് കേട്ട് അദ്ദേഹം പറഞ്ഞു തരുന്നത് പഠിച്ച് പാടുന്നതും കുമരകം രാജപ്പൻ എന്ന സംഗീത സംവിധായകൻ്റെ കീഴിലായിരുന്നു. വളരെ ചൂടനായിരുന്നു അദ്ദേഹം. ഭയങ്കരമായിട്ട് ദേഷ്യം വരും. പിന്നെ നമുക്ക് എന്തെങ്കിലും തെറ്റ് വന്നാൽ പുള്ളി ശകാരിക്കും. അപ്പോൾ വളരെ ഭയന്ന് അദ്ദേഹത്തോടൊപ്പം നിന്നത്. പിൽക്കാലത്ത് അദ്ദേഹം വളരെ പിന്നെ സ്നേഹത്തോടു കൂടി വളരെ വളരെ സൗഹൃദത്തിൻ്റെ ഒരു രീതിയിൽ എന്നോടൊപ്പം സഹകരിക്കുകയും ഒരുപാട് നാടകങ്ങളും മറ്റുള്ള ആൽബങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ പാടിയിട്ടുണ്ട്. 1994 സൗവർണികയ്ക്ക് വേണ്ടി തേവാരം എന്നൊരു നാടകം, തേവാരം, അത് വെഞ്ഞാറമൂട് രാമേന്ദ്ര ചേട്ടനാണ് അതിൻ്റെ ഡയറക്ഷൻ. അതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അശോക് ശശിമാരാണ്. അതിലൊന്ന് ശശി എന്ന് പറയുന്നത് വെഞ്ഞാറമൂട് രാമേന്ദ്രൻ ചേട്ടൻ്റെ അനിയനാണ്. അശോക് എന്ന് പറയുന്നത് അവിടുത്തെ പ്രമുഖനായ ഒരു വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും വലിയ സുഹൃത്തുക്കളാണ്. അശോക് ശശിമാർ. അവർ രണ്ടുപേരും ഇപ്പോഴും ഒരുമിച്ച് ചേർത്ത് തന്നെയാണ് എല്ലാ പ്രവർത്തനങ്ങളും കലാരംഗത്ത് നാടകരംഗത്ത് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ അവർ പുതിയ KPSCയുടെ നാടകം രചന സംവിധാനം നിർവഹിക്കുന്നത് സിനിമയിലെ സിദ്ദിഖ്ലാൽ. അതെ. അപ്പോൾ അവരാദ്യമായി ഒരു നാടകം രചിക്കുന്നത് തേവാരം എന്ന നാടകമായിരുന്നു 1994. അന്ന് അതിൻ്റെ സംഗീത സംവിധാനം വന്ന അർജുന മാസ്റ്ററാണ്. അപ്പം അതിന് മുമ്പ് തന്നെ 1989 തരകണി സ്റ്റുഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിമിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് എന്നെ സ്റ്റുഡിയോയിൽ നിന്ന് വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. സ്റ്റുഡിയോയിൽ പോയി അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഞാൻ ദൂരമാത്രം കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി തരകണി സ്റ്റുഡിയോയിലെ സംഗീത സംവിധാനം എൻ്റെ മുന്നിൽ നിൽക്കുന്നു, അർജുന മാസ്റ്റർ. വളരെ സന്തോഷമായി. അദ്ദേഹം വലിയൊരു വ്യക്തിയായിട്ട്. അപ്പോൾ അദ്ദേഹം എനിക്ക് പാട്ട് പറഞ്ഞു, പഠിച്ച ട്രാക്ക് പാടി. അതിനുശേഷം പിന്നെ കേട്ടിട്ടില്ല. പിന്നെ 94 സൗവർണിയുടെ
റെക്കോർഡിങ്ങിന് വരുമ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ച് വളരെ വികാരാധീനനായി അങ്ങ് പ്രതികരിച്ച് തീർച്ചയായിട്ടും വളരെ ഒരു അച്ഛനോടുള്ള ഒരു തീർച്ചയായിട്ടും അദ്ദേഹം ഗുരുനാഥൻ ആണ്. ഗുരുനാഥൻ മാത്രമല്ല, ഒരു പിതൃതുല്യനാണ്. അത്രമാത്രം പിതൃവാത്സല്യം അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. ഈ മനുഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മനുഷ്യത്വത്തിൻ്റെ ആൾരൂപമാണ് അർജുന മാഷ്. അദ്ദേഹം വളരെയേറെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തിയാണ്. ആശ്രമത്തിൽ, പളനിയിലുള്ള ഒരു ആശ്രമത്തിലാണ് അദ്ദേഹം പഠിച്ചു വളർന്നത്. വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഈ രണ്ട് സഹോദരങ്ങളെ അർജുന മാഷിൻ്റെ നേരെ മൂത്ത ആളിനെ, ജ്യേഷ്ഠനെ അവിടെ ആശ്രമത്തിൽ കൊണ്ടുവിടുകയായിരുന്നു. കാരണം ഇവിടെ മക്കളെ നോക്കാനും അതിനുള്ള സാമ്പത്തിക ശേഷിയില്ലുള്ളൂ. അങ്ങനെ ആശ്രമത്തിൽ വളർന്നിട്ട് ആണ് അവർ സംഗീതം പഠിക്കുകയും അവിടുത്തെ വിദ്യാഭ്യാസവും ആശ്രമത്തിൻ്റെ ഒരു ചിട്ടയും ഒക്കെ ജീവിതത്തിലേക്ക് അതെ. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച വ്യക്തിയാണ്. അപ്പോൾ ആ ജീവിത അനുഭവം ആണ് ഈ അർജുന മാഷിൻ്റെ ഈ ശ്രേഷ്ഠതരമായ സംഗീതത്തിന് അടിസ്ഥാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഒരുപക്ഷെ ആ ഒരു ജീവിതമായിരിക്കാം ഈ മനുഷ്യൻ ഇത്രയും സൗമ്യനാക്കിയത്. ഒരു ആശ്രമത്തിൽ വളർന്നതിൻ്റെതായിട്ടുള്ള ഒരു സൗമ്യത ജീവിതത്തിലുടനീളം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു. ആരോടും മുഖം മുറിഞ്ഞ് ദേഷ്യമൊന്നും സംസാരിച്ചിട്ടേ ഇല്ല. അപ്പം കാണുന്നവരെല്ലാവരെയും അദ്ദേഹത്തിൻ്റെ കീഴിലോ മുകളിലോ എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ അവരോട് സഹകരിക്കുന്ന എല്ലാവരെയും മക്കളെന്നേ വിളിക്കും. ആരെ മക്കളെന്ന് വിളിക്കും. ആ മക്കളെന്ന് വിളിക്കുന്നതിൽ തന്നെ പിതൃവാത്സല്യം തുളുമ്പി നിൽക്കുന്ന ഒരു സ്വഭാവവിശേഷമാണ് അർജുന മാഷിൻ്റെ. അപ്പോൾ അത് ഞാൻ ആവോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. 9, അതായത് നാടക ഗായകനുള്ള 9 സംസ്ഥാന അവാർഡാണ് താങ്കൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 9 സൗപർണികയുടെ തന്നെയാണ്? അല്ല. സൗപർണികയുടെ ആദ്യം തേവാരം എന്ന് പറഞ്ഞാണ് 94 ആദ്യമായി ഞാൻ അർജുന മാഷിൻ്റെ സംഗീത സംവിധാനത്തിൽ പാടിയ ഇടയ്ക്കെങ്കിലും ജീവിത ദുസ്സഹ ദുഃഖങ്ങൾ എന്ന് തുടങ്ങുന്ന പെരപ്പംകുടി മുരളി സാറിൻ്റെ ഒരു പാട്ടുണ്ട്. ഇടയ്ക്കയിൽ ജീവിത ദുസ്സഹ ദുഃഖങ്ങൾ ഇടയ്ക്കിടയ്ക്കറിയാതെ പാടി ഞാനുമെന്നിഴലുമായി പ്രദക്ഷിണം വയ്ക്കാത്ത പൊന്നമ്പലങ്ങളിന്നില്ല, തിരുസന്നിധാനങ്ങളില്ല, തിരുസന്നിധാനങ്ങളില്ല. ഇതാണ് ഞാൻ അർജുന മാഷിൻ്റെ 94 തേവാരത്തിൽ ആദ്യത്തെ നാടകൻ്റെ അതിന് ആദ്യത്തെ അവാർഡ് കിട്ടി. അർജുന മാഷിക്ക്, പെരപ്പംകുടി മുരളി സാറിന് എനിക്കും കിട്ടി. അതിനുശേഷം സൗപർണികയുടെ തന്നെ 3-4 നാടകങ്ങൾ പിൽക്കാലത്ത് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ KPSCക്ക് തന്നെ 4-5 നാടകങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് 9 അതിൽ 7 അവാർഡുകളും അർജുന മാഷിൻ്റെ സംഗീതത്തിനായിരുന്നു. സംഗീതം നൽകി എന്നെ പാടി അദ്ദേഹത്തിൻ്റെ സംഗീതം ഞാൻ പാടിയതുകൊണ്ടാണ് എനിക്ക് 7 അവാർഡ് കിട്ടിയത്. പിൽക്കാലത്ത് പിന്നെ നമ്മുടെ ഉദയനഞ്ചലിൻ്റെ KPSCയിൽ ചെയ്ത വർക്കിന് അവാർഡ് കിട്ടുന്നു. അങ്ങനെ പിന്നെ അല്ലാതെ വേറൊരു നാടകത്തിനും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 9 അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ തന്നെ വേറെ അവാർഡിലുണ്ട്. സംഗീത സംവിധായകൻ എന്ന നിലയിൽ അവിടെ ഞാൻ ചോദിക്കാൻ വന്നത് ഈ ഗായകൻ എന്നുള്ളതിലുപരി സംഗീത സംവിധായകൻ നിർവഹിച്ചിട്ടുണ്ട്. ഏതായിരുന്നു കിണറെന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട്. തെളിവെന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട്. വാക്ക് സിനിമ ഇറങ്ങിയിട്ടില്ല. നല്ലൊരു പാട്ടായിരുന്നു. ജേട്ടനെ പാടിക്കുന്ന ശ്രീകുമാർ നമ്പി സാർ എഴുതിയ നല്ലൊരു പാട്ടായിരുന്നു വാക്ക്. ആകാശത്താമരകൾ ആനന്ദ ചിന്തനകൾ ആരറിവൂ കാലത്തിൻ അജ്ഞാത നാടകങ്ങൾ, കാലത്തിൻ അജ്ഞാത നാടകങ്ങൾ. ഇത് ശ്രീകുമാർ തമ്പി സാറിൻ്റെ രചന. അതാണ് എൻ്റെ രണ്ടാമത്തെ സിനിമ എന്ന് പറയാം. 84-ലോ 86-ലോ മറ്റോ ഞാൻ അച്ഛൻ പട്ടാളം കൊണ്ടൊരു കുട്ടികളുടെ ചിത്ര സിനിമ അതിൻ്റെ സംഗീതം നൽകിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ സംഗീത സംവിധാനം ഈ വാക്ക് തന്നെയാണ്. അതിനുശേഷം തെളിവെന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട്. കിണറെന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 3 പടങ്ങൾ ഞാൻ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്, കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഈ സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ നിന്ന് സംഗീതം പഠനം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം പിന്നെ എങ്ങനെയായിരുന്നു?
ഗാനമേളകളായിരുന്നു പ്രധാനം. ഞാൻ അന്ന് നേരത്തെ പറഞ്ഞു, മറ്റേ സൗവർണയുടെ നാടകങ്ങൾ നിരന്തരം ലൈവ് പാടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ ലൈവ് പാടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ വെഞ്ഞാറമൂടും കല്ലറ, ഇപ്പം ഞാൻ എൻ്റെ നാട്ടിലെ പ്രദേശങ്ങളിലൊക്കെ ഈ ചെറിയ ഓർക്കസ്ട്രേഷൻ, ചെറിയ ചെറിയ ഗാനമേളകൾ ചെയ്യുമായിരുന്നു. അന്ന് തിരുവനന്തപുരത്തുള്ള ടാസ് മ്യൂസിക്കിൽ വായിക്കുന്ന കുറേ കലാകാരന്മാർ, അനിൽ ഒരു ഗിറ്റാർ, അനിൽ BS, ജോസ്, പിന്നെ തുടങ്ങിയ ഒരു പിന്നെ കൊഞ്ചിറ ജയൻ തബലിസ്റ്റ്, ഇപ്പോൾ ഇവരെല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ നാട്ടിൽ ഗാനമേളകൾ ചെയ്തിട്ടുണ്ട്. അപ്പം തിരുവനന്തപുരത്ത് ടാസ് മ്യൂസിക്കിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാർ വന്ന് എനിക്ക് വായിച്ചപ്പോൾ അവർക്ക് എൻ്റെ പാട്ടിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് അവർ നേരെ വന്ന് ഗോപിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ അന്ന് ടാസ് മ്യൂസിക് ക്ലബിൻ്റെ മാനേജറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ടാസ് വളരെ കേരളം മൊത്തവും വളരെയധികം പേരെടുത്ത ഒരു ഗാനമേള ട്രൂപ്പായിരുന്നു അത് ടാസ് മ്യൂസിക്. ഇന്ന് കാണുന്ന എൻ്റെ പ്രായത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് ഗായകരും ഓർക്കസ്ട്രക്കാരുമെല്ലാം ഈ ടാസ് മ്യൂസിക്കിലൂടെ വന്നവരാണ്. ഒരുപാട് കലാകാരന്മാരെ, സംഗീത കലാകാരന്മാരെ വാർത്തെടുക്കാൻ ഈ ടാസ് മ്യൂസിക്കിന് കഴിഞ്ഞിട്ടുണ്ട്. അത്ര വളരെ പിന്നെ പ്രശസ്തി ആർജിച്ച ഒരു ട്രൂപ്പായിരുന്നു. അതിലൊന്ന് പാടാൻ ആഗ്രഹിക്കാത്ത ഒരു പാട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ അതിൽ പാടാനുള്ള ഒരു അവസരം ഈ ഓർക്കസ്ട്രക്കാർ പോയി ഗോപിച്ചേട്ടനോട് പറഞ്ഞതിലൂടെ എനിക്ക് കൈവരികയായിരുന്നു. ഞാനൊരു ദിവസം സ്വയംനാൾ കോളേജിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ ഈ ഗോപിച്ചേട്ടൻ, അത് ടാസ് മ്യൂസിക്കിൻ്റെ മാനേജർ, ഇങ്ങനെ ക്ലാസ്സിലേക്ക് നടന്നു വരുന്നു എന്നെ അന്വേഷിച്ച്. എന്നിട്ട് ഇങ്ങനെ ഗോപൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതെ എനിക്കത് കാണുമായിരുന്നു പറഞ്ഞാൽ എന്നെ വിളിച്ച് ടീച്ചർ എന്നോട് ഇറങ്ങി ചെല്ലാൻ പറഞ്ഞു. അവനെ പോയി അങ്ങനെ പുള്ളി എന്നെ വിളിച്ച് ചോദിച്ചെന്നെ ഞങ്ങളെ ട്രൂപ്പിൽ പാടാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പാടാം, എനിക്കിഷ്ടമാണെന്ന്. അങ്ങനെയാണ് ഞാൻ ടാസിൽ പാടുന്നത്. ടാസിൽ വന്നത് ഈ ഗാനമേള രംഗത്ത് വളരെയധികം പ്രശസ്തി ഉണ്ടാക്കുന്നതിന് കാരണമായി. ടാസ് മ്യൂസിക്കാണ് അതിൻ്റെ അടിസ്ഥാനം. പക്ഷെ പിന്നീട് ഒരുപാട് അതേ പത്തനംതിട്ട സാരംഗ്, അതുപോലെ ഏഞ്ചൽ വോയിസ്, ഇങ്ങനെ ഒരുപാട് മ്യൂസിക് ഒരു ഗാനമേള ട്രൂപ്പുകൾ അന്നത്തെ കാലത്തുണ്ട്. ഒരുപാട് ഗാനമേള ഇന്നും അതൊക്കെ സജീവം അല്ലെങ്കിൽ പോലും ഇപ്പോഴും അതെല്ലാം ഉണ്ട്. അന്നത്തെ ഒരു, അതായത് ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഇവിടെ ഒരു കൂടുതൽ അതിപ്രസരമാണെന്ന് തോന്നുന്നു. ഉത്സവപ്പറമ്പുകളിലും മറ്റു നാടകത്തിനും മറ്റുമൊക്കെയുള്ള ഒരു പ്രാധാന്യം കുറഞ്ഞു പോയതായിട്ട് തോന്നുന്നു. നാടകങ്ങൾ ഇപ്പോഴും ഇടയ്ക്ക് നാടകങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു സമയം ഉണ്ടായിരുന്നു നാടകങ്ങൾ. ഇപ്പം പക്ഷേ നാടകങ്ങൾ ഒരുപാട് പറമ്പുകളിലും ഒക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് നാടക ട്രൂപ്പുകൾ ഇപ്പം ഞാൻ തന്നെ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ മിക്കവാറും അമ്പലങ്ങളിലൊക്കെ നാടകങ്ങൾ നടക്കുന്നത്. ഇപ്പം ഈ ഒരുവിധം നാടകരംഗം രക്ഷപ്പെടിച്ച് വരുന്നുണ്ട്. കാരണം നമ്മുടെ ആ ഒരു 10-25 വർഷം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഉത്സവത്തിന്റെ നോട്ടീസ് കിട്ടുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന ഏതാണ്, ഏത് ട്രൂപ്പിന്റെ നാടകമാണ്, ഏത് ട്രൂപ്പിന്റെ ഗാനമേള എന്നുള്ളതായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അതിൽ നിന്ന് വിട്ടുപോയി, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ ഈ കല്ലറ എന്ന് പറയുമ്പോൾ കല്ലറ അംബികയും രാധയും ഒക്കെ അവിടുത്തെ അവർ ഇങ്ങനെ അവരുമായിട്ടൊക്കെ. അംബിക ഞാൻ ഒരേ ബാച്ചാണ്, ഒരേ സ്കൂളിൽ ഒരേ ബാച്ചിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. കല്ലറ സ്കൂളിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഒരു ക്ലാസ്സിലല്ലായിരുന്നു, രണ്ട് ക്ലാസ്സിലായിരുന്നെങ്കിലും അവിടെ 7ാം ക്ലാസ് വരെ ഉള്ളൂ. അതിന് 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ മിത്രമ്പല, ഒരു 5 കിലോമീറ്റർ അകലെയുള്ള മിത്രമ്പല എന്നൊരു സ്ഥലമുണ്ട്. മിത്രമ്പല ഹൈസ്കൂള് എന്ന ഹൈസ്കൂൾ അവിടെ ഉള്ളൂ. ആ ഏരിയയിൽ അത്രയും ആ വലിയൊരു ചുറ്റളവിൽ കല്ലറ, ഭരതന്നൂർ അന്ന് ഹൈസ്കൂളുണ്ട്. പക്ഷെ പാങ്ങോട്, കല്ലറ തുടങ്ങി വലിയൊരു വിസ്തീർണമുള്ളൊരു ഏരിയയിൽ ഈ ഒരൊറ്റ സ്കൂളേ ഉള്ളൂ. അപ്പോൾ അവിടെ ഭയങ്കര കുട്ടികളാണ്, ഒരുപാട് പിള്ളേരുണ്ട്, ആയിരക്കണക്കിന് കുട്ടികൾ വന്ന് പഠിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഞാനും ഈ അംബികയൊക്കെ പഠിച്ചത്. അംബികയുടെ അനിയത്തി ഉദയചന്ദ്രിക എന്നായിരുന്ന പേര്, രാധ. യഥാർത്ഥ പേര് ഉദയചന്ദ്രിക. അതിൽ 8ാം ക്ലാസ്സിൽ വന്നപ്പം എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. ഞാനും എൻ്റെ 1-2 സുഹൃത്തുക്കൾക്കും പരീക്ഷ പറ്റില്ല. അങ്ങനെ ആ വർഷം ഞാൻ ഒരു വർഷം കൂടെ ഞാൻ പഠിക്കേണ്ടി 8ാം ക്ലാസ്സിൽ. അപ്പോൾ അംബിക എന്നെക്കാളും ഒരു വർഷം സീനിയറായി. പക്ഷെ നേരെ മല്ലിക എന്നുകൊണ്ടൊരു കുട്ടിയുണ്ട്, ഏറ്റവും ഇളയാള്. അതല്ല, ഇടയിലുള്ള ആള്. ഏറ്റവും ഇളയത് പിന്നെ ഉദയചന്ദ്രികയാണ്, അതായത് രാധയാണ്. രാധയ്ക്ക് ഇളയത് 2 ആൺകുട്ടികളുണ്ട്. അപ്പം അംബികയുടെ നേരെ ഇളയത് മല്ലിക ഞാൻ ഒരേ ക്ലാസ്സിലായി. 10ാം ക്ലാസ്സിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. ഒരു വർഷം സീനിയറായിട്ട് അംബിക പോവുകയും ചെയ്തു. അങ്ങനെ പഠിച്ചു പോയി. അങ്ങനെ ഒരുമിച്ച്. പിന്നെ കല്ലറയിൽ അവർ പിന്നെ വളരെ അടുത്തറിയാവുന്നൊരു കുടുംബമാണ്. അങ്ങനെ ഒരു ബന്ധമുണ്ട് അവരുമായിട്ട്. ഒരുമിച്ചാണ് പഠിച്ചതെന്നുള്ളൊരു സന്തോഷമുണ്ട്. ഈ അന്നത്തെ കാലത്തുള്ള സിനിമാക്കാരുടെയൊക്കെ, അത് ഗായകരുടേതായിരുന്നാലും അഭിനേതാക്കളുടേതായിരുന്നാലും സംവിധായകരുടേതായിരുന്നാലും എല്ലാം ഒരു ആശ്രയം എന്ന് പറയുമ്പോൾ കോടമ്പാക്കമായിരുന്നു.
അതെ അതെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ. ചേട്ടൻ എങ്ങനെ അവിടെയുമായിട്ട് ബന്ധം?